ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് വിധി പറഞ്ഞത്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. 14 ദിവസത്തേക്കാണ് വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന വിവരം കൂടി നമ്മുടെ മുന്നിലുണ്ട്. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൻ, പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളിയിരിക്കുന്നു. ജയിൽവാസം തുടരും. ഇനിയും ജയിൽവാസം തുടരും. ജയിലിൽ നിന്ന് ഉടൻ തന്നെ പത്മകുമാറിന് ഇറങ്ങാൻ സാധിക്കില്ല. അടിയന്തരമായി ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കൊല്ലം വിജിലൻസ് കോടതിയെ എ പത്മകുമാർ സമീപിച്ചത്. എന്നാൽ ആ അപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു. ഈ വരും ദിവസങ്ങളിലും പത്മകുമാർ ജയിലിൽ തന്നെ തുടരും. ഇനി ഹൈക്കോടതിയാണ് പത്മകുമാറിന് സമീപിക്കാൻ സാധിക്കുക. നേരത്തെ തന്നെ കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു, ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അന്ന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളി. ഇപ്പോൾ ദ്വാരപാല ശില്പക്കേസുമായി ബന്ധപ്പെട്ടാണ് ജാമ്യാപേക്ഷ നൽകിയത്. ആ ജാമ്യാപേക്ഷ ഇപ്പോൾ വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു. അതായത് ഇനി വരും നാളുകളിൽ ഹൈക്കോടതിയായിരിക്കും ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ഈ പത്മകുമാർ സമീപിക്കേണ്ടി വരിക. ഒപ്പം തന്നെ ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. 14 ദിവസത്തേക്ക് കൂടിയാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതും. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ദ്വാരപാല ശില്പ കേസിലും അതുപോലെ തന്നെ കട്ടപ്പാളി കേസിലും 2 കേസിലും വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ആ ജാമ്യാപേക്ഷ 14-ാം തീയതിയാണ് പരിഗണിക്കാൻ പോകുന്നത്. അതായത് അടുത്ത ബുധനാഴ്ചയായിരിക്കും ആ കേസ്. അടുത്ത ബുധനാഴ്ചയാണ് ആ കേസ് ഇനി പരിഗണിക്കാൻ പോവുക. നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഈ നിമിഷത്തിലെ ഏറ്റവും സുപ്രധാനമായ വാർത്ത എ പത്മകുമാർ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, CPIയുടെ മുതിർന്ന നേതാവ്, അതുപോലെ തന്നെ മുൻ MLA ആയിട്ടുള്ള എ പത്മകുമാറിന് ജാമ്യമില്ല. എന്ത് വാദമാണ് മുന്നോട്ട് വെച്ചത് പത്മകുമാർ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണം ഏറെക്കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നോ? ഈ കേസുമായി ബന്ധപ്പെട്ട് വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് ഈ കേസിൽ അന്വേഷണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല മാസങ്ങളായി താൻ ജയിലിൽ കിടക്കുകയാണ്. ഇത്രത്തോളം നാൾ ജയിലിൽ കിടക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ള വാദമായിരുന്നു പത്മകുമാറിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത്. എന്നാൽ ആ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞത് ഈ കേസിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ്, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റാണ് എ പത്മകുമാർ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ആ പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു കോടതി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പത്മകുമാറിന് ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. പത്മകുമാറിന് ജാമ്യമില്ല. വരും ദിവസങ്ങളിലും അയാൾ ജയിലിൽ തന്നെ തുടരും എന്നുള്ളതാണ് നമുക്ക് ഈ നിമിഷം ഏറ്റവും പ്രധാനമായി പറയുവാൻ സാധിക്കുന്നത്. ജാമ്യം അനുവദിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വാസു സുപ്രീം കോടതിയെ സമീപിച്ചതും അതേ വാദം ഉന്നയിച്ചു തന്നെയായിരുന്നു. കാര്യം അന്വേഷണം ഏകദേശം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു എൻ വാസു ഉന്നയിച്ചത്. ആ സമയത്ത് സുപ്രീം കോടതി ചോദിച്ചത് നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നുള്ള മറുചോദ്യമായിരുന്നു ഉന്നയിച്ചത്. ആ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് സുപ്രീം കോടതിയുടെയും അതിനുശേഷം ഉണ്ടായ ഹൈക്കോടതിയുടെ പരാമർശങ്ങളൊക്കെ തന്നെ വിജിലൻസ് കോടതിയും സ്വാധീനിച്ചിട്ടുണ്ടാകാം. ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ എ പത്മകുമാറിന് ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി എത്തിയത്. അതിൽ ഇനി പത്മകുമാറിന് ഹൈക്കോടതിയാണ് സമീപിക്കേണ്ടത്. ഹൈക്കോടതിയാവും ഇത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കുക. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും എത്ര ദിവസത്തേക്കാണ് വീണ്ടും റിമാൻഡ് ചെയ്തത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ 1-ാം പ്രതിയാണ്. മുരാരി ബാബു അടക്കമുള്ള ആൾക്കാരെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബുവിനെയും 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ഇന്ന് 20-ാം റിമാൻഡ് കാലാവധി അവസാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇരുവരെയും ഇന്ന് കോടതിയിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ആദ്യം പരിഗണിച്ചത് ഇവരുടെ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയാണ്. റിമാൻഡ് എക്സ്റ്റൻഷൻ കോടതി അംഗീകരിച്ച് 14 ദിവസത്തേക്ക് കൂടി അവരെ തിരുവനന്തപുരത്തെ ജയിലിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകി. അതിനുശേഷമാണ് എ പത്മകുമാറിന്റെ കേസ്. അപ്പോഴാണ് കോടതി തീരുമാനമെടുത്തത് എ പത്മകുമാറിന് ജാമ്യം നൽകേണ്ടതില്ല. എ പത്മകുമാറിന്റെ വാദങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ട് എ പത്മകുമാറിന് ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തുകയായിരുന്നു. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. എ പത്മകുമാറിന് ജാമ്യമില്ല. എ പത്മകുമാറിന്റെ ജയിൽവാസം തുടരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിനെയും വീണ്ടും കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു.